രാജ്യം നാളെ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക്. ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടം അരങ്ങേറുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗാണ് നാളെ നടക്കുന്നത്. രാജ്യത്തെ 12 സംസ്ഥാനങ്ങൾ, 95 ലോക്സഭാ മണ്ഡലങ്ങൾ, രാഷ്ട്രീയമായ ഒരുപാട് വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൂടെ, മേഖലകളിലൂടെയാണ് നാളത്തെ രണ്ടാം ഘട്ട പോളിംഗ് അരങ്ങേറുക. ഒന്നാം ഘട്ടത്തിൻ്റെ സൂക്ഷ്മ പരിശോധനകളുടെ ആത്മബലത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ രണ്ടാം ഘട്ടത്തിലേക്ക് ഒരുങ്ങിയിട്ടുള്ളത്. മേഖലകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം, സാധ്യതകൾ, മുൻകാല ജയപരാജയങ്ങൾ, അടിയൊഴുക്കുകൾ, ഇതൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലേക്കാണ് ന്യൂസ് 18 കേരളം കടക്കുന്നത്. പോളിംഗ് ബൂത്തിലേക്ക് രണ്ടാം ഘട്ടം. ബൂത്തിലേക്ക് രണ്ടാം ഘട്ടം എന്ന നിലയിൽ രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ എനിക്കൊപ്പം ചേരുന്നത് ജെ സതീഷ് കുമാർ, ഒപ്പം തന്നെ രാജീവ് ദേവരാജ്. സതീഷ്, രണ്ടാം ഘട്ടം ആദ്യഘട്ടത്തിൽ നിന്ന് ഭിന്നമായി BJP കോൺഗ്രസ് നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഒരുപാട് മേഖലകൾ, പ്രാദേശിക കക്ഷികളുടെ സ്വാധീനം, ഇതെല്ലാം അറിയാൻ പോകുന്ന ഒരു രണ്ടാം ഘട്ടമല്ലേ? തീർച്ചയായും നമ്മുടെ അയൽവാസികൾ. തീർച്ചയായും, കാരണം 95 മണ്ഡലങ്ങളിൽ ഈ വോട്ടെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത് ഏറെക്കുറെ ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഒരേപോലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ. അതിൽ തന്നെ ഏറ്റവും രസമുള്ളത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകവും തമിഴ്നാടും എല്ലാം കൃത്യമായി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഓരോരോ സംസ്ഥാനങ്ങളെടുത്ത് നമ്മൾ പരിശോധിക്കാമെന്നുള്ളതാണ് തീരുമാനം. എന്തായാലും ശരത്ത്, ആദ്യം നമ്മൾ കടക്കുന്നത് ഏത് സംസ്ഥാനത്തേക്കാണ്, എന്താണ് നമ്മൾ ഇപ്പോൾ സതീഷ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ ബോധം, തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം എങ്ങനെ ചലിക്കുന്നു, കർണാടകം എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ നമ്മൾ സൂക്ഷ്മമായി നോക്കാറുണ്ട്. ആ നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം, നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് തമിഴ്നാട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അയൽ സംസ്ഥാനം എന്ന നിലയിൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം, വിശേഷിച്ച് കരുണാനിധിയും ജയലളിതയും ഏതാണ്ട് 40 വർഷം കഴിഞ്ഞു കരുണാനിധിയും ജയലളിതയും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ്. അത്തരം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് തമിഴ്നാട് എത്തി നിൽക്കുന്നു. ആ സമയത്താണ് തമിഴ്നാടിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സിനിമയ്ക്കും രാഷ്ട്രീയത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള തമിഴ്നാട്ടിൽ വേണമെങ്കിൽ നമ്മൾക്കതിനെ ഒന്ന് ചുരുക്കാം. ഈ തെരഞ്ഞെടുപ്പോടെ തമിഴ്നാടിൻ്റെ തലയും തലൈവരും ആരായി മാറും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. നമ്മൾക്കൊപ്പം ചേരുന്നത് രാജീവ് ദേവരാജ് കൂടിയാണ്. രാജീവ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളിലേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ മുൻകാല തെരഞ്ഞെടുപ്പുകൾ 2014 2009 ഒക്കെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് അതിൻ്റെ കണക്കുകളിലേക്ക് നമുക്ക് വേഗത്തിലൊന്ന് പോകാനാവുക? ശരത്, തമിഴ്നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഘട്ടത്തിൽ നടക്കുന്ന ഏതൊക്കെ ഭാഗത്ത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് നമുക്കൊന്നറിയാം. ഇതാണ് രാജ്യത്തിൻ്റെ മൊത്തം ചിത്രം. 543 മണ്ഡലങ്ങളുടെ ചിത്രം ഇങ്ങനെയാണ്. എന്നാൽ അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ, രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 18 നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പെട്ടെന്നൊന്ന് നോക്കിപ്പോകാം. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ശ്രീനഗറിലും അതുപോലെ തന്നെ ഉധംപൂരിലും 2 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇത് UP ആണ്. ഉത്തർപ്രദേശിൽ പശ്ചിമ UPയിൽ 8 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നു. ബാക്കിയുള്ള 8 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിൽ പല മണ്ഡലങ്ങളിലും BJP 4 ലക്ഷം വരെ വോട്ടിന് വിജയിച്ച മണ്ഡലങ്ങളുണ്ട്. അത്തരത്തിൽ UP ഉണ്ട്. അതിനുശേഷം ബീഹാറിലെ 4 മണ്ഡലങ്ങൾ, ബംഗാളിൽ 2 മണ്ഡലങ്ങൾ, അസമിൽ കുറച്ച് മണ്ഡലങ്ങളുണ്ട്. അതുപോലെ തന്നെ മണിപ്പൂരിൽ 1 മണ്ഡലമുണ്ട്. ഒറീസയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 4 മണ്ഡലങ്ങളിൽ ഒറീസയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിലുണ്ട്. മഹാരാഷ്ട്രയിൽ കുറച്ച് കൂടുതൽ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, കർണാടകത്തിൽ 28 മണ്ഡലങ്ങൾ ഉള്ളതിൽ 14 മണ്ഡലങ്ങളിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും കർണാടകയുടെ തെക്കൻ പ്രദേശങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തവണ അവിടെ 6 ഇടത്ത്, ബാംഗ്ലൂരിലെ 3 സീറ്റുകളും അതുപോലെ തന്നെ മറ്റ് 3 സീറ്റുകളിലും ചേർത്ത് 6 ഇടത്ത് കഴിഞ്ഞ തവണ BJP ജയിച്ച മണ്ഡലങ്ങളാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ 39 സീറ്റുകളിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒരിടത്ത് മാത്രം മാറ്റമുണ്ട്. എട്ടാം മണ്ഡലം, അതായത് വെല്ലൂരിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുള്ളതുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു മണ്ഡലം ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അത് ഇനി നമുക്ക് ഓരോ ഇപ്പോൾ തമിഴ്നാടിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് തമിഴ്നാടിൻ്റെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2014 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മൊത്തത്തിൽ DMK ജയലളിതയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് തൂത്തുവാരുകയാണ് ചെയ്തത്. അതിൽ ഒന്ന് ധർമ്മപുരിയിൽ PMK പട്ടാളി മക്കൾ കക്ഷിയുടെ അതുപോലെ തന്നെ അമ്പുമണി രാംദോസ് ജയിച്ചു. അതല്ലാതെ വിജയിച്ചത് ഇവിടെ കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണൻ വിജയിച്ചു. ഇങ്ങനെ 2 മണ്ഡലങ്ങൾ, ബാക്കിയുള്ളതെല്ലാം തമിഴ്നാട്ടിൽ മൊത്തത്തിൽ തൂത്തുവാരുകയാണ് ചെയ്തത്. അത് 2009 നമുക്കൊന്ന് താരതമ്യം ചെയ്തും നോക്കേണ്ടതുണ്ട്. അന്ന് DMKയ്ക്ക്
DMK കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള DMK 29 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. ജയലളിതയുടെ പാർട്ടിയായ അണ്ണാ DMKയ്ക്ക് വെറും 9 സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് 2014 ആകുമ്പോഴത്തേക്കും ചിത്രം മൊത്തം മാറുകയും അണ്ണാ DMK വലിയ വിജയം നേടുകയും ചെയ്തത്. ജയലളിതയുടെ പാർട്ടി വലിയ വിജയം നേടുകയും ചെയ്തത്. ഇതാണ് തമിഴ്നാട്ടിലെ ഒരു പൊതുചിത്രം. ഇതിൽ ഇത്തവണ വലിയ രസകരമായ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂരിൽ CPM-ഉം BJP-യും നേരിട്ട് മത്സരിക്കുന്നു. അതുപോലെ തന്നെ കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണൻ കേന്ദ്രമന്ത്രി, BJP-യുടെ കേന്ദ്രമന്ത്രി കോൺഗ്രസിന്റെ വസന്തകുമാറിനെതിരെ മത്സരിക്കുന്നു. ഇങ്ങനെയുള്ള തൂത്തുക്കുടിയിൽ കനിമൊഴി, കരുണാനിധിയുടെ മകൾ കനിമൊഴി മത്സരിക്കുന്നു. ഇങ്ങനെ പല രസകരമായ മത്സരങ്ങളും അല്ലെങ്കിൽ വളരെ വാശിയേറിയ മത്സരങ്ങളും നടക്കുന്നുണ്ട്. ഇതാണ് തമിഴ്നാടിനെ കുറിച്ച് പറയുമ്പോഴുള്ള ഒരു പൊതുചിത്രം. രാജീവ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, സതീഷ്, ഏതായാലും രാജീവ് തമിഴ്നാട്ടിലേക്ക് പോകും മുമ്പ് തന്നെ ഈ 95 ലോക്സഭാ മണ്ഡലങ്ങൾ രാജ്യത്ത് എവിടെയൊക്കെയാണ് പരന്നു കിടക്കുന്നത്, ഏതൊക്കെ മേഖലകളാണ് എന്നുകൂടിയാണ് രാജീവ് നേരത്തെ വളരെ ചുരുക്കത്തിൽ നമ്മളോട് സൂചിപ്പിച്ചത്. തമിഴ്നാടിൻ്റെ ഇപ്പോൾ കനിമൊഴിയുടെ തൂത്തുക്കുടിയെക്കുറിച്ച് സൂചിപ്പിച്ചു, കോയമ്പത്തൂരെ മത്സരത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. പുതിയ സാഹചര്യത്തിൽ തമിഴ്നാടിൻ്റെ 2019 തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തായി കണക്കാണ്? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ തമിഴ്നാട്ടിൽ കരുണാനിധിയും ജയലളിതയും ഇല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും DMK, AIDMK ഈ രണ്ട് പാർട്ടികൾ, ആ രണ്ട് പാർട്ടികളിൽ AIDMK എന്ന ഒരു പാർട്ടി, DMK എപ്പോഴും സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായി അതേപോലെ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതേസമയം AIDMK ജയലളിത പോയതോടുകൂടി അവിടെ ഒരു വാക്വം ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും AIDMK എന്ന പേരിൽ രണ്ട് പാർട്ടികൾ, AIDMK ഉണ്ട്, അതിനൊപ്പം തന്നെ TT ദിനകരന്റെ പാർട്ടിയുണ്ട്. ഈ രീതിയിൽ അതെ, അമ്മാമക്കൾ മുന്നേറ്റ ഘടകം ഉണ്ട്. അപ്പോൾ അതിൽ AIDMK എന്ന പാർട്ടിയെ ഏറ്റെടുക്കാൻ BJP തയ്യാറായി വന്ന് BJP അങ്ങനെ തമിഴ്നാട്ടിൽ, കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2014 നടക്കുമ്പോൾ കൃത്യമായി എല്ലാ സീറ്റുകളും നേടിയാണ് ഇവിടെ നിന്ന് ജയലളിത വിജയിച്ചത്. ആ ഒരു സാഹചര്യം വീണ്ടും ഏതെങ്കിലും, കഴിഞ്ഞ തവണ ആകെ ഒരു സീറ്റ് കന്യാകുമാരിയിൽ നിന്ന് പൊൻ രാധാകൃഷ്ണന്റെ ഒരു സീറ്റ് മാത്രമായിരുന്നു BJPക്ക് ലഭിച്ചത്. BJP വലിയ നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിലേത്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നേർക്കുനേർ പോരാട്ടം DMK നേതൃത്വത്തിലുള്ള ഇടതു പാർട്ടികൾ ഉൾപ്പെട്ട, കോൺഗ്രസ് ഉൾപ്പെട്ട, മുസ്ലിം ലീഗ് ഉൾപ്പെട്ട പുരോഗമന സഖ്യവും അതേസമയത്ത് BJP-യും AIDMK-യും ഉൾപ്പെട്ട സഖ്യവും തമ്മിലുള്ള സർവേകളെല്ലാം പറയുന്നത് DMK നേതൃത്വത്തിൽ വലിയ മുന്നേറ്റമുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ഒരു സീറ്റെങ്കിലും BJPക്ക് കൂടുതൽ അധികം നേടാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായി BJP കണക്കും. സതീഷ്, ഈ പറഞ്ഞ പോലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ കരുണാനിധിയില്ല, അതുപോലെ തന്നെ ജയലളിതയില്ല, പുതിയ നേതാക്കൾ വന്നു. പക്ഷേ അവരൊക്കെ എത്രമാത്രം അപ്പീലിംഗ് ആണെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇതിനിടയിൽ കമൽഹാസന്റെ പാർട്ടിയുടെ മക്കൾ നീതിമയ്യത്തിന്റെ വരവുണ്ട്, വരാൻ തയ്യാറെടുത്തു നിൽക്കുന്ന രജനീകാന്ത് ഉണ്ട്. ഈ ഒരു സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റാലിൻ്റെ പുതിയ നേതൃത്വം, അതിനെ ജനങ്ങൾ എത്രമാത്രം സ്വീകരിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. AIDMKയുടെ പുതിയ നേതൃത്വത്തെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന പ്രശ്നം. ദിനകരൻ ഇതിനകത്ത് എങ്ങനെയാണ് AIDMKയുടെ സാധ്യതകളെ ഇല്ലാതാക്കുന്നത്? രാജീവ്, ഒന്നുകൂടി ചുരുക്കത്തിൽ വന്നാൽ, ഇതിനിടയിലാണ് അവിടെ ഒരു 18 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നത്. ഇപ്പോൾ നോക്കൂ, BJPക്കൊപ്പം നിൽക്കുന്നു എന്ന് കരുതാവുന്ന AIDMKയുടെ ഒരു വലിയ നേട്ടമാണ് ഇപ്പോൾ പട്ടികയിലുള്ളത്. പക്ഷേ 2019 അത് പാടെ മാറണം. UPയെ സംബന്ധിച്ച് കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ DMK മുന്നണി ഇപ്പോഴത്തെ 39-ൽ 38 മത്സരം, വെല്ലൂരിൽ സതീഷ് നമ്മൾ പറഞ്ഞ ഒരു ഘടകം കൂടിയുണ്ട്, ഈ വോട്ടിന് വേണ്ടി പണം ഒഴുക്കുന്നു എന്നതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ്. തീർച്ചയായും തമിഴ്നാട്ടിൽ എല്ലാ കാലത്തും ഈ പണം എന്നത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകമാണ്. പക്ഷേ അത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വെല്ലൂരിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന ചരിത്രപരമായ ഒരു ആദ്യത്തെ സംഭവം കൂടിയാണ്. രാജീവ്, അതാണ് സൂചിപ്പിച്ചത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുണ്ട് 18 മണ്ഡലങ്ങളിൽ. അതുപോലെ തന്നെ AIDMKയുടെ മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കണം DMK മുന്നണിക്ക്. ആ നിലയിലാണ് തമിഴകത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ. അത് ഈ കണക്കുകൾ പ്രകാരം എങ്ങനെ മനസ്സിലാകും? ശരത്ത്, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ 2009 കണക്ക് നോക്കിയാൽ 2009 ഈ 39 ഇടത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ DMKയ്ക്ക് 29 സീറ്റുകൾ അന്ന് കിട്ടിയിരുന്നു. അണ്ണാ DMKയ്ക്ക്, ജയലളിതയുടെ പാർട്ടിക്ക് 9 സീറ്റും മറ്റുള്ളവർ പട്ടാളി മക്കൾ കക്ഷിക്ക് ഒരു സീറ്റും ആണ് കിട്ടിയിരുന്നത്. ഇതായിരുന്നു 2009 അവസ്ഥ. എന്നാൽ അവിടെ നിന്ന് 2014 പോകുമ്പോൾ മൊത്തം ചിത്രം മാറി മറിയുന്നത്, ഈ കളർ മാറി മറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. അവിടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, DMKയ്ക്ക് 39 സീറ്റുകൾ ഉണ്ടായിരുന്നത്, 29 സീറ്റുകൾ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു. അണ്ണാ DMKയ്ക്ക് 20 സീറ്റുകളാണ് അധികമായി കിട്ടിയത്. 9 സീറ്റുകൾ ഉണ്ടായിരുന്ന അണ്ണാ DMKയ്ക്ക് 39 സീറ്റുകൾ കിട്ടിയിരുന്നു. അങ്ങനെ 20 സീറ്റുകളുടെ അധികം നേടി 39 സീറ്റുകളാണ്, 30 സീറ്റുകൾ അധികം കിട്ടുന്നു. എന്നാൽ DMKയ്ക്ക് ഉണ്ടായിരുന്ന സീറ്റുകൾ മൊത്തത്തിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇതാണ് തമിഴ്നാട്ടിൽ മൊത്തം ചിത്രം മാറി മറിയുന്നതിനും
ഒരു ജയലളിതയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ മൊത്തത്തിൽ ചിത്രം അവിടുത്തെ രാഷ്ട്രീയം തന്നെ മാറി മറിഞ്ഞിട്ടുണ്ട്. DMK-യും കോൺഗ്രസും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ ചേർന്ന വലിയ ഒരു മഹാസഖ്യത്തിന് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ വെല്ലൂരിൽ അടക്കം ഈ പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് വെല്ലൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ഇതാണ് വെല്ലൂർ മണ്ഡലം. വെല്ലൂർ മണ്ഡലത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ടുണ്ട്. ഇതടക്കമുള്ള റെയ്ഡുകളും പണം കണ്ടുപിടിക്കാനുള്ള റെയ്ഡുകളും ഒക്കെ തമിഴ്നാട്ടിൽ നടക്കുന്നത് ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നുള്ളത് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പല VIP മണ്ഡലങ്ങളും അവിടെയുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തൂത്തുക്കുടിയിൽ തമിഴിസൈ സൗന്ദരരാജനും BJP-യുടെ തമിഴിസൈ സൗന്ദരരാജനും അതുപോലെ തന്നെ കനിമൊഴിയും ആണ് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇതാണ് തൂത്തുക്കുടി മണ്ഡലം. തൂത്തുക്കുടി മണ്ഡലത്തിൽ ഇത് സംഭവിക്കുന്നു. അതുപോലെ തന്നെ മധുരയിലും CPM-ഉം അവിടെ ഒരു ശക്തമായ പോരാട്ടം അവിടെ CPM നൽകുന്നുണ്ട്. ഇങ്ങനെ പല മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം ആണ് നടക്കുന്നത്. DMK, കോൺഗ്രസ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചേർന്ന സഖ്യം അണ്ണാ DMK-ക്കും അതുപോലെ തന്നെ BJP-ക്കും വലിയ ശക്തമായ മത്സരം നടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കേന്ദ്രമന്ത്രിയായ പൊൻ രാധാകൃഷ്ണൻ നമ്മുടെ തിരുവനന്തപുരത്തോട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരിയിൽ മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെ ശക്തമായ പോരാട്ടമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. അയൽക്കാർ എന്നുള്ള രീതിയിൽ തമിഴ്നാട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മലയാളികൾ വളരെ ശ്രദ്ധയോടെ കാത്തിരുന്ന് കാണുകയുമാണ്. രാജീവ് ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ സതീഷ്, ആ കണ്ട തമിഴ്നാടിൻ്റെ മാപ്പിൽ കണ്ട ചുവപ്പിനെ മുഴുവൻ മാറ്റി DMK മുന്നണിയുടെ പക്കലേക്ക് മുഴുവൻ സീറ്റുകളും കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയൊരു വെല്ലുവിളിയാണ് ആ മുന്നണിക്ക്. എന്നാൽ മാത്രമാണത് UPAക്ക് കുറെ കൂടി മെച്ചമായി മാറുക. തീർച്ചയായും. കാരണം ഈ സ്റ്റാലിനെ സംബന്ധിച്ച് സ്റ്റാലിൻ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 18 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. അത് വലിയ ഒരു നിർണായക ഘടകമാണ്. കാരണം ഈ 18 സീറ്റുകളും ഒരുപക്ഷെ നേടാൻ കഴിഞ്ഞാൽ ഈ നിയമസഭയിൽ ഒരു ഭരണമാറ്റം പോലും സംഭവിക്കാം. അല്ലെങ്കിൽ പോലും കൃത്യമായി സ്റ്റാലിന്റെ രാഷ്ട്രീയ ശക്തി തെളിയിക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ആ നിർണായക ഘട്ടം എത്തിയിരിക്കുന്നു എന്ന് തന്നെ കാര്യമുള്ളൂ. തമിഴകത്തിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും ഒരുപോലെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ തമിഴ്നാടാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. രാജ്യത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് പൂർണ്ണമായി തമിഴ്നാട്. തമിഴ്നാടിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാം ഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിശ്ചയമായും തമിഴ്നാട് തന്നെയാണ്. തീർച്ചയായും. കാരണം തമിഴ്നാട് എന്ന് പറയുന്നത് ഒരു പക്ഷേ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈയിൽ ചെന്ന് DMK-ക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഹിന്ദു, ഹിന്ദി, ഹിന്ദുസ്ഥാനി ഇതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ 38 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സതീഷ് നടക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വെല്ലൂരാണ് ആ വിധത്തിൽ 39-ൽ ഒന്നും മാറി നിൽക്കുന്നത്, റദ്ദു ചെയ്തത്. തീർച്ചയായും ആ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഈ പണത്തിന്റെ ആധിപത്യം എന്ന് നമ്മൾ പറഞ്ഞത് കന്നിമൊഴിയുടെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നിരിക്കുന്നത്. ഈ രീതിയിൽ അത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് കന്നിമൊഴി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഇത് കേന്ദ്ര സർക്കാരും ഒരു DMK-യും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്നാണ് ഈ രീതിയിൽ ഉണ്ടാകുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള എല്ലാ പ്രതിഫലനങ്ങളും, അതായത് കേന്ദ്ര സർക്കാരുമായ ഒരു ഏറ്റുമുട്ടൽ, അത് DMK ആഗ്രഹിക്കുന്നതാണ്. കാരണം ഹിന്ദി വിരുദ്ധ വികാരം അത് DMK-യുടെ എക്കാലത്തെയും മുദ്രാവാക്യമാണ്. അത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു സമയത്താണ് തമിഴ്നാട് ഈ വലിയ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഏതായാലും തമിഴ്നാട് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഭൂമി തന്നെയാണ്. കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ദക്ഷിണേന്ത്യയിലെ സ്വാധീനം കൃത്യമായും NDA UPA മുന്നണികൾ വല്ലാതെ ആഗ്രഹിക്കുന്നതാണ്. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ അവിടെ നിന്ന് പരമാവധി സീറ്റുകൾ. ശരിക്കും പറഞ്ഞാൽ കുറെ കാലമായിട്ട് തമിഴ്നാട്ടിലെ ഒരു പാർട്ടിയുടെ പിന്തുണയില്ലാതെ ഒരു സർക്കാരും വരാറില്ല. എല്ലാ കാലത്തും സർക്കാരുകൾ മാറി മാറി വരും. അതനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഘടകകക്ഷി അവരുടെ ഭാഗമാകും. അവർ കൃത്യമായി അവരുടെ അവകാശങ്ങൾ ചോദിച്ച് മേടിക്കുമെന്നുള്ളതാണ് വാസ്തവം. ഏതായാലും ആ നിലയിൽ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ കൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അതിലെ മുമ്പ് രാജീവ് അടക്കം സൂചിപ്പിച്ചല്ല തൂത്തുക്കുടി, അതെ, ഒരു പ്രധാനപ്പെട്ട മണ്ഡലം, വളരെ പ്രധാനപ്പെട്ട കനിമൊഴി മത്സരിക്കുന്നു. കനിമൊഴി ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു കനിമൊഴിയുടെ മണ്ഡലത്തിൽ ഈ വീട്ടിൽ റെയ്ഡ് നടന്നു. ഇത്തരത്തിലുള്ള ഇതെല്ലാം ആകുമ്പോഴും കനിമൊഴിയുടെ ജനപ്രീതി എന്നുള്ളത് വലിയ ഒരു സംഭവം തന്നെയാണ്. അത് കനിമൊഴിക്ക് ശേഷം അതുപോലെ തന്നെ നീലഗിരിയാണ് മറ്റൊരു നീലഗിരി രാജയുടെ മുൻ മണ്ഡലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് അവിടെ പരാജയപ്പെട്ടു. എങ്കിൽ പോലും ഒരു തിരിച്ച് കഴിഞ്ഞ തവണ ഒരു ADMK തരംഗമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പരാജയപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം തന്നെയുള്ളത്.
ഇനി അതിന് രാജയാണ്. രാജ ഒരുപാട് നിലകളിൽ വിവാദ പുരുഷനായി നിന്നിട്ടുള്ളയാളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. ഒരുപാട് മണ്ഡലങ്ങളിലേക്ക് പോകേണ്ട കാര്യം സത്യത്തിലില്ല, പക്ഷേങ്കിലും പെരുമ്പതൂർ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ശ്രദ്ധേയമായ മണ്ഡലമാണ്. കാരണം അവിടെ TR ബാലു മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. TR ബാലു ഒരിക്കൽ കൂടി ശ്രീപെരുമ്പുതൂർ അദ്ദേഹത്തിന്റെ മണ്ഡലമായിരുന്നു, അവിടെ പരാജയപ്പെട്ടു, വീണ്ടും വരുന്നു. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ എന്നത് വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചതാണ്. ആ വിജയം ആവർത്തിക്കണം. കാരണം BJPയുടെ ഒരു താമര വിരിഞ്ഞത് ആകെ കന്യാകുമാരിയിൽ മാത്രമായിരുന്നു. അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഏതായാലും ആ നിലകളിൽ തമിഴ്നാടിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ മധുര കൂടി നമുക്ക് കോയമ്പത്തൂർ മധുരയും അതിൽ മധുര കൂടി നമുക്ക് ഒന്ന് നോക്കാം. മധുരയിൽ CPM നടത്തുന്ന പോരാട്ടം, കോയമ്പത്തൂരിൽ CPM നടത്തുന്ന പോരാട്ടം ഈ മുന്നണിയുടെ ഭാഗമായി. തീർച്ചയായും. കാരണം വലിയ വിമർശനങ്ങൾ കേരളത്തിൽ പോലും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. കോൺഗ്രസിനൊപ്പം മുസ്ലിം ലീഗിനൊപ്പം അവിടെ മത്സരിക്കുന്നു ഇടതു പാർട്ടികൾ എന്നുള്ള ഒരു വലിയ വിമർശനം ഉണ്ടാകുന്നു. എന്തായാലും മധുരയിലും കോയമ്പത്തൂരിലും CPM വിജയിക്കും എന്ന ഒരു ഉറച്ച പ്രതീക്ഷയാണ് CPM നേതൃത്വം പലപ്പോഴും നൽകുന്നത്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മധുരയും അതുപോലെ തന്നെ കോയമ്പത്തൂരും തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയുടെ ഇടതു പാർട്ടികൾ, വിശേഷിച്ച് CPM അവർക്കൊപ്പം ചേരുന്നത്. സാംസ്കാരിക സാഹിത്യ നായകന്മാർ ഇറങ്ങുന്നു. നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ കൂടി പറയാം. അതായത് ഇടതു പാർട്ടികൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും DMK-ക്കൊപ്പം എത്തുന്നു എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതാണ് തമിഴ്നാടിനെ സംബന്ധിച്ച ഒരു വേഗത്തിൽ മനസ്സിലാക്കാവുന്ന ചില സൂചനകൾ. നിശ്ചയമായും നാളെയാണ് ആ സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്.